ടെക്നോളജി എവിടെ എത്തി നിൽക്കുന്നു? ജിമെയിൽ അക്കൗണ്ടുകൾ ലക്ഷ്യമിട്ട് ഹാക്കർമാർ എത്രയും പെട്ടെന്ന് പാസ്വേഡ് മാറ്റണമെന്ന് ജിമെയിൽ അക്കൗണ്ട് ഉടമകൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു ഗൂഗിൾ. ഉടൻ പാസ്വേഡുകൾ മാറ്റാനും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ആക്റ്റീവാക്കാനും ലോകമെമ്പാടുമുള്ള 2.5 ബില്യൺ ജിമെയിൽ ഉപയോക്താക്കൾക്ക് ഗൂഗിൾ മുന്നറിയിപ്പ് നൽകി. ഹാക്കർമാർ അവരുടെ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ഹാക്കിങ്ങുകൾ വർദ്ധിച്ചതോടെയാണ് ഗൂഗിൾ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കുപ്രസിദ്ധമായ ഷൈനി ഹണ്ടേഴ്സ് ഹാക്കിംഗ് ഗ്രൂപ്പാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് പറയപ്പെടുന്നു. പോക്കിമോൻ ഫ്രാഞ്ചൈസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് 2020 മുതൽ പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പ് ഇതുവരെ TNT, മൈക്രോസോഫ്റ്റ്, ടിക്കറ്റ് മാസ്റ്റർ തുടങ്ങിയ വൻകിട കമ്പനികളുടെ എല്ലാം ഡാറ്റകൾ ചോർത്തിയിട്ടുണ്ട്. ഷൈനി ഹണ്ടേഴ്സിന്റെ ഏറ്റവും സാധാരണവും എന്നാൽ അപകടകരവുമായ രീതി ഫിഷിംഗ് ഇമെയിലുകൾ അയക്കുക എന്നതാണ്. അത്തരം ഇമെയിലുകൾ ഉപയോക്താക്കളെ വ്യാജ ലോഗിൻ പേജിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ ആളുകളുടെ പാസ്വേഡുകളും സുരക്ഷാ കോഡുകളും കവരുന്നു. ഈ സമീപകാല ക്യാമ്പയിനിൽ മോഷ്ടിക്കപ്പെട്ട ഡാറ്റയിൽ ഭൂരിഭാഗവും പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നുവെന്നും എന്നാൽ ഗ്രൂപ്പ് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതായ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയാണെന്നും ഗൂഗിൾ പുതിയ മുന്നറിയിപ്പിൽ പറയുന്നു. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ കൂടുതൽ അപകടകരമാകുമെന്നും ഗൂഗിൾ മുന്നറിയിപ്പ് നൽകി. ഷൈനി ഹണ്ടേഴ്സ് അവരുടെ ഡാറ്റ ലീക്ക് സൈറ്റ് ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് ബ്ലാക്ക്മെയിലിംഗ് കേസുകൾ വർദ്ധിപ്പിക്കുമെന്നും ഈ ഭീഷണി ഗൗരവമായി എടുക്കാനും ഉപയോക്താക്കളോട് സുരക്ഷാ നടപടികൾ ഉടൻ സ്വീകരിക്കാനും ഗൂഗിൾ ആവശ്യപ്പെടുന്നു. ഓഗസ്റ്റ് 1 ഗൂഗിൾ ഉപയോക്താക്കൾക്ക് അവരുടെ അക്കൗണ്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ഒരു ഇമെയിൽ അയച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 3 മടക്കി പോക്കറ്റിൽ വയ്ക്കാവുന്ന ട്രിപ്പിൾ ഫോൾഡിംഗ് ഫോണുമായി പ്രമുഖ ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനിയായ വാവേ സെപ്റ്റംബർ 4 ഫോൺ ലോഞ്ച് ചെയ്യും. സെപ്റ്റംബർ 4 സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ലോഞ്ച് ഇവന്റിൽ പുതിയ ഫോൺ വിപണിയിൽ അവതരിപ്പിക്കുമെന്ന് കമ്പനി സ്ഥിരീകരിച്ചു. മേറ്റ് XTS എന്ന പേരിലാണ് പുതിയ ട്രിപ്പിൾ ഫോൾഡിംഗ് ഫോൺ വിപണിയിൽ എത്തിക്കാൻ പോകുന്നത്. മേറ്റ് XTയുടെ പിൻഗാമിയായി ഈ ഉപകരണം വരുമെന്നും നിരവധി ആധുനിക അപ്ഡേഷനുകൾ അവതരിപ്പിക്കുമെന്നും കമ്പനി വ്യക്തമാക്കി. അതേ ദിവസം തന്നെ സാംസങ്ങും അവരുടെ ഒരു പ്രധാന ഉൽപ്പന്നത്തിന്റെ ലോഞ്ച് നടത്തുന്നതുകൊണ്ട് വാവേയുടെ ഈ ഇവന്റ് സാംസങ്ങുമായുള്ള നേരിട്ടുള്ള മത്സരത്തിന് വഴിയൊരുക്കും. നവീകരിച്ച കിരിൻ 920 പ്രോസസർ ആയിരിക്കും പുതിയ ഫോണിന് കരുത്തു പകരുക. ഇത് മെച്ചപ്പെട്ട പ്രകടനവും കാര്യക്ഷമതയും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇതിന് സാറ്റലൈറ്റ് കണക്ടിവിറ്റിയും അപ്ഡേറ്റ് ചെയ്ത ആശയവിനിമയ ശേഷിയും ഉണ്ടാകുമെന്നും കരുതുന്നു. ഇതിലെ ക്യാമറ സിസ്റ്റം പുനർരൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. വേരിയബിൾ അപ്പറേച്ചർ ലെൻസുകളുള്ള ഒരു പുതിയ 50 മെഗാപിക്സൽ പ്രൈമറി സെൻസറും മെച്ചപ്പെട്ട സൂം ഗുണമേന്മയുള്ള ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയും ഇതിലുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അത്യാധുനിക സാങ്കേതികവിദ്യയും രൂപകൽപ്പനയും തേടുന്ന ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്കായി ഒരു പ്രീമിയം ഉപകരണമായി ഇതിനെ അവതരിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കമ്പനിയുടെ ആദ്യ ട്രിപ്പിൾ ഫോൾഡിംഗ് ഫോണായ മേറ്റ് XT അതിന്റെ നൂതനമായ രൂപകൽപ്പനയും സാങ്കേതികവിദ്യയും കൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 800 കിലോമീറ്റർ വരെ റേഞ്ചുള്ള പുതുതലമുറ BMW ഇലക്ട്രിക് SUV വെള്ളിയാഴ്ച അവതരിപ്പിക്കും. ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യത്തോടെ 10 മിനിറ്റിൽ 350 കിലോമീറ്റർ വരെ ചാർജ് ചെയ്യാൻ കഴിയുന്ന ഈ കാർ അടുത്ത വർഷം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. BMWവിന്റെ ആദ്യത്തെ ന്യൂ ക്ലാസ് കാറായ പുതുതലമുറ BMW iX3 മ്യൂണിക് ഓട്ടോ ഷോയിലാണ് അവതരിപ്പിക്കുക. വിഷൻ ന്യൂ ക്ലാസ് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഈ ആഡംബര ഇലക്ട്രിക് SUV. ഒറ്റ ചാർജിൽ 800 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഈ കാറിന് കഴിയും. വെറും 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 350 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതികവിദ്യ ഇതിന് നൽകിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. ആഗോളതലത്തിൽ ലോഞ്ച് ചെയ്യുന്നതോടെ ഇന്ത്യയിലും ഈ കാർ അവതരിപ്പിക്കും. അടുത്ത വർഷം തുടക്കത്തിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തും. ഇതിനായി ചെന്നൈ പ്ലാന്റിൽ അസംബ്ലിംഗ് നടത്താനും കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.